ഈ കാര്യത്തെ കൂടി നേരിടേണ്ടി വരും. ശ്രീത് പണിക്കർ, എങ്ങനെ താങ്കൾ കാണുന്നു ഈ CPM-ന്റെ ഗൃഹ സന്ദർശനം? പുതുമയുള്ള കാര്യമല്ല, പക്ഷേ ഇതൊരു തെറ്റുതിരുത്തൽ എന്ന രീതിയിൽ കാണണോ, അതോ അടവ് നയം എന്ന രീതിയിൽ കാണണോ? അവസാന ശ്രമം ഭരണം നിലനിർത്തുവാൻ അങ്ങനെ കാണണോ? ഇതിനെ ആ രണ്ടു പേരും വിളിക്കാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കരുതുന്നത് ഇത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി, ആ തിരിച്ചടിയെ തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം കിട്ടിയേക്കും എന്നുള്ള പേടി, തിരുവനന്തപുരത്ത് BJP-യുടെ കോർപ്പറേഷൻ അവർ പിടിച്ചതിലുള്ള ഒരു അസ്വസ്ഥത, ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസാന അടവ് എന്ന രീതിയിലത്തേക്ക് ആൾക്കാരുടെ ഇടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ പല നേതാക്കന്മാരും ഉൾപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തു നിന്ന് തന്നെയുള്ള CPI അടക്കം ഉള്ള പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് വന്ന സ്ഥിതിക്ക് അതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകുക എന്നുള്ള രീതിയിലത്തേക്കുള്ള ഒരു നിലയില്ലാ കാര്യത്തിലുള്ള ഒരു കൈയിട്ടടി എന്ന രീതിയിലത്തേക്ക് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. പക്ഷെ അത് ചെയ്യുമ്പോൾ പോലും ഒരു ധാർമ്മികതയാണല്ലോ ഇതിൽ വിഷയമാവുക. ആ ധാർമ്മികത ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് CPM-ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റൈറ്റ് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം നമുക്കറിയാം, CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ അംഗങ്ങൾ, പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 3 പേരെങ്കിലും CPM-ന്റെ അംഗങ്ങളാണ്. അത് ഒരാൾ CPI-യുടെ അംഗമാണ്. അപ്പോൾ LDF-ന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ CPM-ന്റെ മാത്രം ഭാഗമായിട്ടോ അവർ ആ ഒരു മുന്നണിയിലേക്ക് ഓരോ വീടുകളിലേക്ക് പോയി അവരിതിനെപ്പറ്റി വിശദീകരണം നടത്തുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ കേസുകളിൽ പെട്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെ വിശദീകരിക്കുമെന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ വിശദീകരിക്കുന്നതിന് അവർക്ക് സാധിക്കുമോ, എന്ത് തരത്തിലുള്ള വിശദീകരണമാണ് അവർ നൽകുകയാണെങ്കിൽ അവർ നൽകുക തുടങ്ങിയ ചോദ്യങ്ങളാണ് അവിടെ പ്രസക്തമാകുന്നത്. അപ്പോൾ ഞാൻ കരുതുന്നത് അത് വിശദീകരിക്കാനായിട്ട് അവർ നന്നായിട്ട് ബുദ്ധിമുട്ടും എന്ന് തന്നെയാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഈ പാർട്ടിയിലുള്ള അംഗങ്ങളോട് യാതൊരു വിധത്തിലുള്ള അവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും പ്രാഥമികമായിട്ട് പോലും അവർ സ്വീകരിച്ചിട്ടില്ല. പത്മകുമാറൊക്കെ തന്നെ ഇപ്പോഴും പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ആക്റ്റീവായിട്ടുള്ള അംഗമായിട്ട് തുടരുന്നുണ്ട്. തന്നെയുമല്ല, CPI-യുടെ ശങ്കർദാസിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതിന് ശേഷം CPI-യുടെ മുതിർന്ന നേതാക്കന്മാരിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. അപ്പോൾ എന്ത് തരത്തിലുള്ള വിശദീകരണമാണ് പറയുക? അവരുടെ പാർട്ടി പ്രതിനിധികളൊക്കെ തന്നെ ചാനൽ ചർച്ചകളിൽ പറയുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ശ്രീ MV ഗോവിന്ദൻ അടക്കമുള്ള ആൾക്കാർ മാധ്യമങ്ങളുടെ മുന്നിൽ നൽകുന്ന വിശദീകരണത്തിനപ്പുറത്തേക്ക് എന്ത് തരത്തിലുള്ള വിശദീകരണം നൽകാൻ കഴിയും? നമ്മൾ മുമ്പ് 2018 ശബരിമല യുവതീ പ്രവേശ വിധി ഉണ്ടായതിനു ശേഷം 2019 നമ്മൾ കണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അന്ന് ഒരു ഭവന സന്ദർശനം നടത്തുന്നത്. ആ സമയത്ത് ആൾക്കാരോട് ഇവര് നിരുപാധികം മാപ്പ് പറയുകയായിരുന്നു. പുറമേ അവരിപ്പോഴും സമ്മതിക്കുന്നില്ല എങ്കിലും പല വീടുകളിലും ചെന്നതിന് ശേഷം അന്ന് യുവതീ പ്രവേശം അവിടെ നടന്നത് ഒരു തെറ്റാണ് എന്ന മട്ടിൽ ഇവർ മാപ്പ് പറയുകയായിരുന്നു എന്നാണ് പല വീട്ടുകാരും ആ സമയത്ത് പറഞ്ഞിരുന്നത്. അപ്പൊ അതേപോലെയുള്ള ഒരു മാപ്പ് പറച്ചിലിന് പോലും ഇപ്പോൾ വേദിയില്ല, അതിനുള്ള അവസരമില്ല. കാരണം അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവരെയൊക്കെ തന്നെ ടൈന്റഡ് ആയിട്ടുള്ള ഈ പൊളിറ്റീഷ്യൻസിനെ സംരക്ഷിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ലല്ലോ ശ്രീ പണിക്കർ, ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ഇതിൽ ഈ മാനദണ്ഡം തയ്യാറാക്കിയത്, അതിനെക്കുറിച്ച് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്താണ് പറയുന്നതെന്ന്. ഇതിൽ ഈ വർഗീയ സംഘടനകൾക്കെതിരെ CPM സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അത് പ്രതിപക്ഷ പ്രചാരണം മറ്റൊരു രീതിയിലാണ്. ഇവിടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ തന്നെ അത് ഈ വർഗീയമായി പ്രവർത്തിക്കുന്ന സംഘടനകളെ വിമർശിക്കുന്നത് ഒരു മതത്തെ ആകമാനം വിമർശിക്കുന്ന രീതിയിലാണ് എന്ന് പറഞ്ഞ് CPM-നെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അങ്ങനെ മുസ്ലിം വിരുദ്ധരാക്കുന്നുണ്ട് CPM-നെ. ആ രീതിയിലാണല്ലോ, ഒരു വലിയ വിലയിരുത്തലാണല്ലോ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ CPM-നെതിരെ ചിന്തിച്ചു, LDF-നെതിരെ വോട്ട് ചെയ്തു എന്നുള്ളതായിരുന്നല്ലോ. അതിനെ മറികടക്കുന്നതിന് വലിയൊരു പ്രചാരണം ഈ ഗൃഹ സന്ദർശനത്തിൽ ഉണ്ട്. അതൊരു പ്രത്യേക മാനദണ്ഡമാണ്. അതൊരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് ഇതിനെ പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ അതിലാണ് ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റിരിക്കുന്നത് എന്ന് ഒരു പരോക്ഷമായിട്ടുള്ള ഒരു സമ്മതത്തിനോ CPM തയ്യാറല്ലാത്തത് കൊണ്ടാണ് അവർ പല കാര്യങ്ങൾ ചേർത്തിട്ട് ഒരു ബൃഹത്തായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഗൃഹസമ്പർക്കം ഇതേപോലെ നടത്തുന്ന, ഇതേ ലെവലിൽ നടത്തുന്ന സമയത്ത് ശബരിമല മാത്രമായിരുന്നു വിഷയം. അന്നും വേണമെങ്കിൽ അവർക്ക് പറയാം 2019 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് CPM-ന്റെ ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കാര്യങ്ങളെല്ലാം ആൾക്കാരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണത് എന്ന രീതിയിലത്തേക്കുള്ള വ്യാഖ്യാനമൊക്കെ പറയാം. പക്ഷെ പാർട്ടിക്ക് ഏറ്റവും വലിയ ക്ഷീണമേറ്റത് എന്തിന്റെ പേരിലാണ്? ആ വിഷയമായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അതേപോലെ തന്നെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. അത് നിലവിലെ സാഹചര്യത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ന്യായീകരിക്കാനായിട്ട് കഴിയുന്ന കാര്യമല്ല. അതിൽ അവർക്ക് അത്രത്തോളം ക്ഷീണമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു പാരഡി പാട്ടുണ്ടായിരുന്നതിനെതിരെ പോലും കേസെടുക്കുന്നതിന് വേണ്ടിയിട്ടും ആ പാട്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് മതസ്പർദ്ധ പോലും
അതിൽ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഒരു ശ്രമമുണ്ടായത്. അതെല്ലാം തന്നെ പരാജയപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ്? ആ അജണ്ടയിലേക്ക് ഈ നാട്ടിലെ ആൾക്കാർ വീഴുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണ്. അന്ന് ആ പാട്ട് എഴുതുകയും അതിന് മ്യൂസിക് കൊടുക്കുകയും അത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന സ്റ്റുഡിയോയുടെ ഉടമയും പാട്ട് പാടിയ ആളും എല്ലാം മുസ്ലിങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരാരും തന്നെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു വിഷയവും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ മതത്തിനെയോ ഞങ്ങളുടെ ഈശ്വരനെയോ അവഹേളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു സമൂഹം അവർക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ പിന്നിൽ നിന്നു. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് അവർക്കത് പരാജയപ്പെട്ടത്. ഇതിനെപ്പറ്റി അവർക്ക് വിശദീകരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ഈ മതപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെ അപ്പീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് പുതുതായിട്ട് വന്നിരിക്കുന്ന ആരോപണമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് എത്രയോ കാലമായിട്ട് CPM ഈ ഒരു ആക്ഷേപം നേരിടുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഇവർ ഇത്തരത്തിലുള്ള ഒരു ഗൃഹസമ്പർക്കം നടത്തിയോ? ഇന്ന് തുടങ്ങിയല്ലോ. ഇപ്പൊ ഞാൻ പറയാം, മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് പഴയ SP കണക്ഷൻ ആണെങ്കിലും അവിടെ സ്വർണ്ണക്കടത്ത് നടത്തുന്ന കാര്യമാണെങ്കിലും മറ്റേ പാൻസിലൊക്കെ തന്നെ സ്വർണം എങ്ങനെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം പത്രസമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം എന്തായിരുന്നു എന്ന് പറയാനായിട്ട് ശ്രമിച്ചത്? ഈ ജില്ല കേന്ദ്രീകരിച്ച് ഈ രീതിയിലത്തേക്കുള്ള ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അന്ന് പരക്കെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുണ്ടായിരുന്ന വിമർശനം എന്ന് പറയുന്നത് ഇത് ഒരു ജില്ലയിലുള്ള ഒരു മതവിഭാഗത്തിലുള്ള ആൾക്കാരെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമേ ഉപകരിക്കൂ എന്നാണ്. എന്നിട്ട് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇതേപോലെയുള്ള ഒരു ഗൃഹസമ്പർക്കത്തിന് അവർ പോയോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.